ആ സമയങ്ങളിൽ നമ്മളെ കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ട്. വർണ്ണമായിട്ട് ഇവിടുന്ന് പോയ ആള് ഇങ്ങനെ ഭയങ്കര ഒരുമിച്ച് പോയിട്ട് ഞാൻ എന്റെ ലൈഫിൽ ഇനി മരണം വരെ ഇത്രയും കൂടി ചെയ്ത ഞാൻ പറഞ്ഞത് വന്ന് കേറുന്ന സംഭവമാണ് പറഞ്ഞത്. മറന്നുവോ സഖി പഴയൊരു നമ്മൾ ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത തരത്തിലുള്ള കഥയായിട്ടാണ് ഇവര് വരുന്നത്, ഇതിന്റെ സീക്വൻസ് കൊണ്ടുവരുന്നത്. അങ്ങനെ അത് അതിൻ്റെ ഇടയ്ക്ക് അയാൾ സെൻഡ് ചെയ്യാവുന്നിടത്താണ് നമ്മളത് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. കുറച്ച് സെക്കൻഡ്സ് ആണ്. ശരി, നമുക്കൊരു തീരുമാനത്താണ്ട് ഇറക്കി. ഇപ്പൊ 2 മില്യൺ ആയി. പക്ഷെ ഫസ്റ്റ് നവാസ് ഖാനെ കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര വീട്ടിൽ നിന്ന് നല്ലതായിട്ട് ഇറങ്ങിപ്പോയ ഒരാളെ പെട്ടെന്ന് എല്ലാരും ഇഷ്ടപ്പെട്ടിരുന്ന സമയത്താണ് ചെയ്യോ ഒന്നും നമുക്കറിയില്ല. സംഭവിച്ചു. രണ്ടാമത്തെ ആള് പറയാ വാപ്പിച്ചിയാ ചെയ്തേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താണ് അങ്ങനെ പറഞ്ഞു. വാപ്പിച്ചിയുടെ ഒരു യാതൊരു ബുദ്ധിമുട്ടില്ല ഈ നിമിഷം വരെ. ഇനിയും സംഭവിച്ചേക്കാം, പറയാൻ പറ്റില്ല. കൊക്കര കൊക്കര കോഴിക്കുഞ്ഞേ ചക്കര മാവിലെ തത്തപ്പെണ്ണേ. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരുമിച്ച് ഒരു പ്രൊജക്ട് ചെയ്യും? ഒരുമിച്ച് പോയിട്ട് ഞാൻ എന്റെ ലൈഫിൽ ഇനി മരണം വരെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അതിന്റെ ഇടയ്ക്ക് വേറൊരു തമാശ കൂടി സംഭവിച്ചിട്ടുണ്ട്. അതായത് ഞാനിപ്പോ എം നിഷാ സാറിന്റെ പടം ചെയ്തിരുന്നു, ഒരു അന്വേഷണത്തിൽ തുടക്കം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതില് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിരുന്ന റിയാസ് പട്ടാമ്പി, പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ പാട്ടിന്റെ ഒക്കെ ഒരു അസുഖമുള്ള ആളാണ്. ഇടയ്ക്ക് പാട്ട് എഴുതും, ട്യൂൺ ചെയ്യും, അങ്ങനെ. അപ്പോൾ ആ ലൊക്കേഷനിൽ വെച്ച് കണ്ടപ്പോൾ നവാസ് ഒരു പാട്ട് ഇങ്ങനെ മനസ്സിലുണ്ട്, ഒന്ന് പാടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ മൂളുന്നതുകൊണ്ട് അപ്പോൾ അതിനും തന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ പാട്ട് പിന്നെ ഇങ്ങനെ ട്യൂൺ ചെയ്ത്, അപ്പോൾ ഞാൻ വീട്ടിലെത്തിന് ഇവൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇവൻ്റെ മനസ്സിലുണ്ട് സംഭവം, ഇതാണ് ട്യൂണൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. നീ അത് ലിറിക്സ് മൊത്തം ആക്കുക എന്നിട്ട് ശേഷം എന്ന് പറഞ്ഞ് പിന്നെ കേൾപ്പിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു പ്രണയമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സംഭവം. പക്ഷേ നൊസ്റ്റാൾജി ഉള്ളൊരു ഫീലുണ്ട് അതിന്. ഞാൻ പറഞ്ഞു പാടാൻ, ഞാനത് പാടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും വെച്ച് നീ അത് ചെയ്തു. അപ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴാണ് ഭംഗിയാവുള്ളൂ. അപ്പോൾ ഇക്കാടെ എന്തെങ്കിലും പ്രസൻസ് ചെയ്യാൻ ഒരു രക്ഷയില്ല, നീ ആരെയും ട്യൂൺ ഷൂട്ട് ചെയ്തു, അത് പുതിയ പിള്ളേരൊക്കെ വെച്ച് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ശരി എന്നൊക്കെ പറഞ്ഞു പോയി. ഇവൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാനതിനെ ഒരു വിഷ്വൽ സംഭവം എന്നെ ഇങ്ങനെ മനസ്സിൽ വന്നിട്ടുണ്ട്, അപ്പോൾ അതായത് ഇക്കയും ഇത്തയും കൂടി ചെയ്ത ഞാൻ പറഞ്ഞത് വന്ന് കേറുന്ന സംഭവമാണ് പറഞ്ഞത്. അത് എത്ര നാൾക്ക് മുന്നേ? റീസെന്റ് സിനിമയിലെ പാട്ടാണെന്ന് ചിലപ്പോ തെറ്റിദ്ധരിക്കാം. അതെ, മറന്നുവോ സഖി പഴയൊരു നടവഴി, അങ്ങനെ തുടങ്ങുന്നൊരു ട്യൂണാ. അപ്പൊ അത് ഇവനീ പറഞ്ഞ് കഥ പറഞ്ഞപ്പോ നമ്മുടെ കേജിൽ നിന്ന് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. ഇടയ്ക്ക് ഒരു ഫ്ലാഷ് കട്ട് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ പ്രസന്റ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. ഇതൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത തരത്തിലുള്ള കഥയായിട്ടാണ് ഇവര് വരുന്നത്, ഇതിന്റെ സീക്വൻസ് കൊണ്ടുവരുന്നത്. അങ്ങനെ അത് ചെയ്തു. അതും വന്നു. സിനിമയിലും ഉണ്ടാവില്ലേ ഇതേപോലെ നല്ലൊരു ലവ് സീൻ അല്ലെങ്കിൽ ഒരു പാട്ട്? അതിന്റെ ഒന്നുകൊണ്ട് സിറ്റുവേഷൻ വരുന്നുണ്ട്. ലവ് സീൻ മീൻസ് നമ്മളിങ്ങനെ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കൂടുതലും ഭയങ്കര എന്താ പറയാ, അത് വല്ലാത്തൊരു മൂവിയാണ്. വേറൊരു സംഭവത്തിൽ പോവാ, ഞങ്ങളെ കരയിപ്പിക്കുന്ന മൂവി ചിലപ്പോ കരയും ആണല്ലേ. അപ്പൊ ഇമോഷണലി സംഭവമാണ്. ഒരു ഫാമിലി ബേസ്ഡ് മൂവിയാണ് എന്തായാലും അല്ലേ, ഒരു ഫീൽ അങ്ങനത്തെ ഒരു ടൈപ്പ്. ഒരു സാധാരണ കുടുംബം, അതൊക്കെ നമ്മള് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മള് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരിക്കും അല്ലേ? എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാലും എനിക്ക് തോന്നണു വേറൊരു കാസ്റ്റിനും ചെയ്യാൻ പറ്റില്ല തോന്നണു. അപ്പൊ ചിലപ്പോ അതായിരിക്കാം അവര് എന്നെ പ്രിഫർ ചെയ്തിട്ടുണ്ടാവും. കാര്യം ഈ ഖുറാനുമായിട്ട് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഒരു ഇതില് കണക്ട് ചെയ്ത് വരുന്ന സംഭവം, ഇതില് കുറെ ഇത് അറബിക് ആണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ചിലപ്പോ പ്രൊനൗൺസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോ വേറെ ആളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും. കാര്യം ഇത് പ്രൊനൗൺസിങ് വരണല്ലോ, നമുക്ക് അതൊക്കെ റീഡ് ചെയ്യണതൊക്കെ വരുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവര് ആ പറഞ്ഞ നമ്മൾ അട്രാക്ട് ചെയ്ത ആ ഒരു സംഭവമാണ് നിങ്ങൾ ഒരുമിച്ച് എന്നുള്ളത്. അപ്പൊ അവര് നല്ലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ അത് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് തോന്നി. നിങ്ങൾ നേരത്തെ ആണേ പോലും നിങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒരു സിനിമയല്ലേ അതാ പറഞ്ഞേ, ഒരുമിച്ച് അങ്ങനെ നിങ്ങളെ സ്ക്രീനിൽ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. സെപ്പറേറ്റ് ആയിട്ടാണ് എപ്പോഴും വന്നിരിക്കണേ. അപ്പൊ ഇങ്ങനെ ഇയേഴ്സിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് വരാന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കൗതുകം ഒരു പ്രത്യേക ഇത് തന്നെയാണ്. ശരിക്കും നിങ്ങൾക്ക് ഇത് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴാണെങ്കിലും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴും വീട്ടിനുള്ളിൽ നിങ്ങളുടെ ഒരു ഇനി ഇതേക്കോ നമുക്ക് നമ്മൾ ഒരുമിച്ച് ഇതല്ലേ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന
സമയത്ത് ആ ഒരു ഗിവ് ആൻഡ് ടേക്ക്, ആ ഒരു ഫീലൊക്കെ എങ്ങനെയായിരുന്നു? ഇത് നമ്മളൊരു ഒരു കഥ പറയുന്നുണ്ട്. നമ്മളിപ്പോ ഇത് ഇവരാദ്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചില സംഭവങ്ങളൊക്കെ, ചില തമാശ ഉള്ള സിനിമകൾ, അല്ലെങ്കിൽ ഈ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സിനിമകൾ അടിച്ചേൽപ്പിക്കുക, ഇത് അങ്ങനെ കുറെ അതിൽ ട്വിസ്റ്റുകൾ കൊണ്ടുവന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നൊരു മഹാസംഭവം ഒന്നുമല്ല, ഒരു സാധാരണക്കാരൻ്റെ ഒരു ലൈഫാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. പക്ഷേ നമ്മളൊക്കെ കണ്ടിട്ടുള്ള, നമ്മളൊക്കെ അനുഭവിച്ചുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടാവാം ഇതിനകത്ത്. നമ്മൾ അങ്ങനെ ചിന്തിച്ചുള്ളൂ. ഇപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായൊരു കാര്യം, ഇതിൻ്റെ ടീസർ ഇറങ്ങിയിരുന്നു. ടീസർ ഒന്ന് മാറി ചിന്തിച്ചാണ് ചെയ്തത്. കാരണം എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കുമല്ലോ ഇടിയും സംഭവം. നമ്മൾ പറഞ്ഞു ഇത് എന്തായാലും നമ്മുടെ സിനിമ എന്താണോ അതിലെ ആ ഒരു പ്രതീക്ഷ മതി, അങ്ങനെ തന്നെ നമ്മൾ ചെയ്താൽ മതി. അതിനകത്തൊരു പോർഷൻ നമുക്കെടുത്ത് ചെയ്യാം. അത് ചെയ്ത് വെച്ചാലൊരു മ്യൂസിക് കണക്ട് ചെയ്ത് വരുന്ന സംഭവമാണ്. കൊക്കര കൊക്കര കോഴിക്കുഞ്ഞേ ചക്കര മാവിലെ തത്തപ്പെണ്ണേ ഒച്ച വെക്കല്ലേ ഒച്ച വെക്കല്ലേ കൊച്ചിളം ബീവിക്ക് കാതുകുത്ത് അൽഹംദുലില്ലാ, അങ്ങനെ പോകുന്നൊരു സംഭവമാണ്. അപ്പം ഈ ഒരു പോർഷൻ ഇട്ടാൽ എങ്ങനെയാന്നുള്ള ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതല്ല, ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. കാരണം അതിനകത്ത് അതിൻ്റെ എൻ്റെ എന്ന് പറഞ്ഞാൽ ആ തുടങ്ങുന്നത് വെച്ചാൽ ആ ഷോട്ടിൽ രേന വരുന്നു, ഭയങ്കരമായിട്ട് സെൻറ്റി ആവുന്നു, വേറൊരു കൊച്ചിനെ പാടി ഉറക്കുന്നത് കാണുകയാണ്. ഇത്ര ഫീലാണ്. അതിൻ്റെ ഇടയ്ക്ക് അയാൾ സെൻറ്റി ആവുന്നിടത്താണ് നമ്മളത് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. കുറച്ച് സെക്കൻഡ്സാണ്. ശരി, നമുക്കൊരു തീരുമാനത്താണ്ട് ഇറക്കി. ഇപ്പം 2 million ആയി. ഹായ്, വെരി നൈസ്. അടുത്ത് ചോദിക്കട്ടെ, റിയൽ ലൈഫിലെ ഭർത്താവ് റിയൽ ലൈഫിലും ഭർത്താവായിട്ട് തന്നെ വരികയാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചില ഡയലോഗ്സ് നിങ്ങൾ ലൈഫിൽ തന്നെ പറഞ്ഞു പോയ ഡയലോഗോ അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾ പാസ് ചെയ്ത എന്തെങ്കിലും ഒരു ഇമോഷൻ നിങ്ങൾ ചിലപ്പോൾ ഈ സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും? അല്ല, അങ്ങനത്തെതൊന്നുമില്ലേ? അങ്ങനെയില്ല. കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മുടെ ക്യാരക്ടറുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത വേറൊരു കൾച്ചറാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഈ മൂവിയിലെ തോന്നിയിട്ടില്ല. അവിടെ വരുമ്പോൾ ടെൻഷനാണ്. കാര്യം എന്താ വെച്ചാൽ നവാസ്കാരുടെ രൂപമൊക്കെ വേറെയാ. അപ്പോ ഇതിനു വേണ്ടി, മൂവിക്ക് വേണ്ടി ഒത്തിരി കുറച്ചിട്ട് നമുക്ക് തന്നെ സങ്കടവും കണ്ട. ഇപ്പൊ വണ്ണം വെച്ചു വരികയാണ്. പക്ഷെ അന്നേരം ഇങ്ങനെ ഉണങ്ങിയിരുന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ ഫസ്റ്റ് ഡേ നവാസ്കാരുടെ വർക്കായിരുന്നു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് എത്തുന്നേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് നവാസ് ഖാനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഡള്ളാക്കിട്ട് ഒരു വല്ലാത്ത എന്തോ ഈ ഭിക്ഷക്കാരൊക്കെ അത്ര ഇല്ല. എന്നാലും പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരു വൈഫ് എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് നല്ലതായിട്ട് ഇറങ്ങിപ്പോയ ഒരാളെ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഷോക്കായി. അപ്പൊ എന്റെ ഫസ്റ്റ് ഷോട്ടാണ് അന്ന് എടുക്കുന്നത്. ശരിക്കും ഞാൻ ഇത് കണ്ട് ഷോക്കാ, പടത്തിലും വൈഫ് ഇത് കണ്ട് ഷോക്കാണ്. അപ്പോ ഞാൻ ശരിക്കും കൺട്രോൾ ചെയ്താ നിന്നത്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് സങ്കടമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്നുണ്ട്. ഇതില് ഈ സിറാജ് റസയുടെ അനുഭവങ്ങൾ വരുന്നുണ്ട്. അയാള് ഒരു പ്രവാസിയായിരുന്നു. അപ്പോ കുറേ സീക്വൻസ് അയാളുടെ അനുഭവങ്ങള് അങ്ങനെ പറഞ്ഞാലും, പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ട സിനിമാറ്റിക് എന്ന് പറയുന്ന സംഭവമുള്ള അങ്ങനെ കണക്ട് ചെയ്ത് കുറേ ക്യാരക്ടേഴ്സും പല സംഭവങ്ങളും സിറ്റുവേഷനും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിന് ചില സംഭവങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി അവര് വളരെ പ്ലാൻ ചെയ്ത് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം പറയണം എന്നുള്ളത്. ബാക്കിയൊക്കെ പിന്നെയാണ്. പക്ഷെ ഇങ്ങനെ സിനിമ ചെയ്യണം എന്നുള്ളത് വലിയ ആഗ്രഹത്തിൽ വന്നാണ്. നല്ല അത്യാവശ്യം അതിനെക്കുറിച്ച് സെൻസിബിൾ ആയിട്ടുള്ള ആളുകളാണ് ഈ പുറകുള്ള ആളുകൾ. ഓക്കെ. എന്നിട്ട് കുട്ടികളുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അവരിങ്ങനെ അച്ഛനും അമ്മയും ഒരുമിച്ച് അഭിനയിക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ അടുത്ത് പോയി ഉപദേശിച്ച അമ്മ പുറത്ത് വന്നു പുറത്തേക്കല്ല, ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ പറയാണ്, ഞാൻ ഇനി പെർഫോം ചെയ്യുകയാണെങ്കിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുള്ളൂ. അപ്പൊ എനിക്കിനി അതൊന്നും കിട്ടില്ല. അപ്പൊ നിങ്ങൾ തിങ്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ നന്നായി മൂവ് ചെയ്യണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മെയിൻ ക്യാരക്ടർ. അപ്പൊ ഞാൻ ഇവരെ നോക്കുമ്പോ ഇവരും ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ഇത് പറയുന്നത് അപ്പുറത്ത് നിന്ന് കേട്ടിട്ട് ഇങ്ങനെ കളിയാക്കാൻ വരാന്ന് വെച്ചിട്ട്. അപ്പൊ ഈ കുട്ടികൾ ചിരിക്കും. ഇനിയിപ്പൊ പഠിച്ചില്ലല്ലോ സാരമില്ലല്ലോ, കാര്യം ഇനിയിപ്പോ നായികയായിട്ട് ചെയ്യിച്ചു ഞങ്ങള് കാരണം അതിനി മിസ്സായില്ലല്ലോ എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആയിരുന്നു അവർക്ക്. പിന്നെ അവരായിട്ട് ഇപ്പൊ ഇത്രയും വർഷമായി ഞാൻ ഈ ഫീൽഡിൽ നിന്നും പോയിട്ട് എവിടെ പോയാലും പെട്ടെന്ന് ഞാൻ മാസ്ക് ഒക്കെ വെച്ച് ഫുൾ കവർ ചെയ്തൊക്കെയാ പോയാലും കണ്ണ് കാണുമ്പോ തന്നെ എല്ലാരും അപ്പൊ ഓടി വരും. എന്നിട്ട് അവര് ശരിക്കും പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനോടുള്ള ഒരു സംഭവമല്ല,
വേഗം ഓടി വന്ന് കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇനി വരുമോ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. പക്ഷെ സീരിയലൊക്കെ വന്നിട്ടൊക്കെ ചേരില്ലെങ്കിൽ പോലും അത് അത്രയും ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ കാരണം രഹ്ന അന്ന് സ്ത്രീയും അതെ സമയമൊക്കെ ശരിക്കും അന്ന് എല്ലാവർക്കും ഇങ്ങനെ കണ്ട് മതി മറന്ന് ഇങ്ങനെ കുറെ കണ്ടിരുന്ന മടുത്തിട്ടല്ലല്ലോ, എല്ലാരും ഇഷ്ടപ്പെട്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് നിക്ക കൂടെ ചിലപ്പോ അങ്ങ് നമ്മളിങ്ങനെ കൊണ്ടുപോയത്. പുറത്തിറങ്ങുമ്പോഴേ പിന്നെ എല്ലാ ടൗണിലൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ മാസ്ക് വെച്ച് ഇങ്ങനെ ഇറങ്ങും. അപ്പൊ അവിടെ പോയി നമുക്ക് എന്തും ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാമല്ലോ. അതെ മാസ്ക് വെച്ച് ഇറങ്ങുമ്പോ ഇവിടെ ചിലപ്പോ മറന്നിട്ടുണ്ടാവും. ഇങ്ങനെ ചിലപ്പോ വണ്ടിയുടെ അല്ല അകത്തിരിക്കും. ഉറക്കം തൂങ്ങിയിരിക്കായിരിക്കും. അപ്പൊ നമസ്കാർ വാന്ന് പറയും എന്നെ കാണുമ്പോ. ഇപ്പൊ അല്ലെ വൈഫിനെ കണ്ടപ്പോ മനസ്സിലായിരുന്നു എന്നെ കണ്ടിട്ടല്ല. അപ്പൊ കുട്ടികൾ അതുകൊണ്ട് അപ്പൊ പിള്ളേര് പറയുന്നത് എങ്ങനെ ഇവർക്ക് മനസ്സിലാവണേ, ഞങ്ങൾക്ക് ഉമ്മച്ചിയെ അറിയാൻ പോലും പാടില്ല അത്രയും. പക്ഷെ ഇവരെന്താ എവിടെ പോയാലും അപ്പൊ വന്നിട്ട് കൈ പിടിച്ചിട്ട് ഇനിയും ചെയ്യും. അപ്പൊ ഞാൻ പറയാണ് നമുക്ക് അവരെ അറിയില്ല, പക്ഷെ അവര് ബിഹേവ് ചെയ്യണ കാണുമ്പോ അവരുടെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോലെയാണ് അവരുടെ ഡെഡിക്കേറ്റ് ചെയ്താൽ മതി പടം. അപ്പൊ ഞാൻ വിചാരിക്കും എവിടെ പോയാലും ഇവര് വരില്ല, ഇനിയും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് പറയും. അപ്പൊ ഞാൻ വിചാരിക്കും ചിലപ്പോ അവരുടെയൊക്കെ ഒരുപാട് ആഗ്രഹം കൊണ്ട് ചിലപ്പോ സംഭവിച്ചതാവാം. ഇനി ചെയ്യോ ഒന്നും നമുക്കറിയില്ല, സംഭവിച്ചു പോയതായിരിക്കും. ഓക്കെ. അപ്പൊ പിന്നെ ഷൂട്ടിന്റെ സെറ്റും കാര്യങ്ങളിലൊക്കെ കുട്ടികളും വന്നിരുന്നോ നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ അഭിനയം കാണാനായിട്ട്? അതെന്താ കാര്യം വെച്ചാൽ അവിടുന്ന് പല ഷിഫ്റ്റും ഇതൊക്കെ വരുന്നോണ്ട് പിന്നെ പിള്ളേർക്ക് ക്ലാസ് ടൈമാണ്. അപ്പൊ അവര് നമ്മള് ഒരു മോർണിംഗ് നമ്മൾ 9 മണിക്ക് അവിടെ ഇവരെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പിള്ളേരൊക്കെ വിട്ടതിന് ശേഷം രേന ഫ്രീ ആണെങ്കിൽ ഇപ്പൊ എനിക്കിപ്പോ നേരത്തെ വേണമെങ്കിൽ പോരാം, പക്ഷെ ഒരു 9 മണിക്ക് ശേഷം വരാൻ പറ്റുള്ളൂ, ഇത്ര മണിക്ക് വരെ വൈകിട്ട് ഒരു 6-7 മണിയാകുമ്പോൾ ഫ്രീ ആക്കണം എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ഒരു ദിവസം നടന്നിട്ടില്ല. അല്ല എന്റെ അടുത്ത് 9 to 5 ഒക്കെ പറഞ്ഞത്. അപ്പൊ രാവിലെ കുട്ടികൾ വരുമ്പോഴത്തേക്കും നമുക്ക് രാവിലെ വൈകിട്ട് നമസ്കാരം വെക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ സ്റ്റാർട്ടിങ് ഡേ തുടങ്ങിയ ഒരു ദിവസം പോലും എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് അവരുടെ സിറ്റുവേഷൻ ഒക്കെ കാണുമ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. നൈറ്റ് ഷൂട്ടൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പക്ഷേ സിറ്റുവേഷൻ നിങ്ങൾ മാനേജ് ചെയ്തു, കുട്ടികളൊക്കെ മാനേജ് ചെയ്തു. ഇപ്പൊ നിങ്ങളെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് കുട്ടികളായിരിക്കും. അച്ഛനും അമ്മയും ബിഗ് സ്ക്രീനിൽ അവർ ആദ്യമായിട്ട് കാണാൻ പോവാണല്ലോ. അവര് കണ്ടു, മൂവി കണ്ടു. അവര് ആണോ? പ്രിവ്യൂ കണ്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? അല്ല ഡയറക്ടർ പറഞ്ഞു കാണുന്നവരെല്ലാവരും ഇവരിൽ ആരാ നന്നായി പെർഫോം ചെയ്തേന്ന് അറിയില്ല എന്ന് പറഞ്ഞു, ആർക്കും പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോ ഡയറക്ടർ സിറാജൊക്കെ പറഞ്ഞു കുട്ടികൾ വരുമ്പോൾ അവരെ കാണിച്ചിട്ട് അവരോട് ചോദിക്കൂന്ന് പറഞ്ഞു ആരാ നന്നായി ചെയ്തത്. അപ്പൊ പിള്ളേരോട് ചോദിച്ചപ്പോ അവരും പറഞ്ഞു ഞങ്ങൾക്കും അറിയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ ആള് പറയാ വാപ്പിച്ചിയാ ചെയ്തേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താടാ അങ്ങനെ അതെന്താടാ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇത്രയും വർഷത്തിന് അപ്പൊ അവൻ പറയാ അതുകൊണ്ടല്ല ഉമ്മിച്ചി അങ്ങനത്തെ ഒരു ക്യാരക്ടർ, കാര്യം സീരിയസ് ആണ് എല്ലാം ചെയ്യണം, പക്ഷെ വാപ്പിച്ച് ഭയങ്കര കോമഡി ഒക്കെ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു സംഭവം. അപ്പൊ എനിക്ക് ഭയങ്കര വാപ്പിച്ചിയുടെ ഒരു രൂപമൊക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര ടച്ച് വിഷമമായിന്ന്. അപ്പൊ അതുകൊണ്ട് വാപ്പിച്ചിയാ നന്നായി ചെയ്തതെന്ന്. ഓ വാപ്പച്ചിക്ക് അതല്ല നമ്മള് ഞാൻ അത്തരം വേഷങ്ങളൊക്കെ അപൂർവല്ലേ ചെയ്യാറ്. അതെ, കൂടുതലും നമ്മളെ ചിരിപ്പിക്കുകയാണല്ലോ. കൂടുതലും വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു നമ്പർ ചെയ്തിട്ട് നവാസിക്കാൻ ഒരെണ്ണം ആണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ വിട്ടുകളയാതിരുന്ന നന്നായി എന്ന് എനിക്ക് തോന്നിയൊരു കഥയാണ്. ക്യാരക്ടറാണ്. അപ്പൊ ഇനി മുന്നോട്ട് നിങ്ങൾ സജീവമായിട്ട് സജീവമായിട്ട് ഞങ്ങൾ വീട്ടിലിരിക്കും. അതൊന്നുമല്ല ഇനിയിപ്പോ എന്തായാലും ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഇങ്ങനെ അത് സംഭവിച്ചു യാതൊരു ബുദ്ധിമുട്ടില്ല ഈ നിമിഷം വരെ. നമുക്ക് ഒരു തരത്തിലുള്ള ഒരു പ്രഷറോ പ്രശ്നങ്ങളോ ഇല്ലാതെ അത് ഭംഗിയായി എന്നുള്ളത് അതൊക്കെ ഇനിയും സംഭവിച്ചേക്കാം, പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വന്നാൽ മാത്രം, എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും പിള്ളേരൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു. എന്നാലും നിങ്ങൾ ഒരുമിച്ചുള്ളൊരു സ്ക്രീൻ സ്പേസ് ചെയ്യുന്നു വർഷങ്ങൾക്ക് ശേഷം. നവാസിക പിന്നെയും ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ കുറെ ചെയ്യുന്നുണ്ട്. രൈന വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ക്യാമറ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് എത്തുന്നത്. നേരത്തെ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും കുറെയൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്, ടെക്നോളജി കാര്യങ്ങളൊക്കെ എല്ലാം മാറി. അപ്പോൾ ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എനിക്ക് നേരത്തെയിലും ഈസി ഇപ്പോഴാണ്. ആണോ? കാര്യം എന്താ വെച്ചാൽ നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്താ പോവാ. അപ്പോൾ നമ്മളിപ്പോ ഞാൻ കണ്ടിന്യൂറ്റി ഒക്കെ നോക്കും. ഒരാള് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എല്ലാം ശ്രദ്ധിക്കും, ലൈറ്റ് ശ്രദ്ധിക്കും, ക്യാമറ ശ്രദ്ധിക്കും, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്ന പലരും ചിലപ്പോൾ അതൊന്നും ചെയ്യണ്ടാവില്ല. പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല, നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മള് ചേട്ടൻ ആ സമയത്ത് ഇങ്ങനെ കൈവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മാസ്റ്റർ ഷോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വൈഡായിട്ടൊരു സീൻ അങ്ങനെ അങ്ങോട്ട് എടുത്ത് പിന്നെ ക്ലോസ് എടുത്ത് നമ്മൾ മിഡ് സംഭവങ്ങൾ രണ്ടുപേര് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഈ കണ്ടിന്യൂറ്റി നമ്മൾ നോക്കണമല്ലോ. ഇതിനകത്ത് കൂടെ എളുപ്പം പറഞ്ഞപ്പോൾ ഗിംബൽ ക്യാമറ ഒക്കെ വന്നതിന് ശേഷം ഇപ്പം മൂവ്മെന്റ്സ് ആയതുകൊണ്ട്
അത്തരം സജഷൻ ക്ലോസപ്പ് എന്നൊക്കെ പറയുന്ന സംഭവത്തിനൊക്കെ ഭയങ്കരമായിട്ട് മാറി. മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പൊ നമ്മളുടെ കൂടെ കൊണ്ട് വരികയാണല്ലോ കാര്യങ്ങൾ. നമുക്ക് ആ ഒരു സീൻ മൊത്തം നോക്കി വെച്ചാൽ ഫുൾ സീനായിട്ട് അല്ല ഒറിജിനൽ ലൈഫ് ആ ഒരു കുറച്ചുകൂടി ലൈവായിട്ട് ലൈവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര രസം അത്. കാര്യം മറ്റേന്ന് പറഞ്ഞാൽ മുറിച്ച് ഇങ്ങനെ പോവാ. അപ്പൊ നമുക്ക് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ആണല്ലോ അത്. സീൻ എല്ലാം കൂടി എഡിറ്റ് ചെയ്ത് വരുമ്പോ സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു കൊറേയൊക്കെ ഒരുമിച്ച് പെർഫോം ചെയ്ത് പോകാൻ പറ്റുന്ന സംഭവമാണ്. ഈ പറഞ്ഞ പോലെ ആടുജീവിതം നമ്മൾ സിനിമ കാണുമ്പോൾ പൃഥ്വിയുടെ ഒരു ക്യാരക്ടർ മെലിഞ്ഞ് ആ ഒരു വേർഷനും കാണുമ്പോൾ അത് കണ്ട മല്ലികാമ ആയിക്കോട്ടെ, സുപ്രിയ ആയിക്കോട്ടെ, അവരുടെ ഫാമിലി ഇപ്പം പുറമേ നിന്നുള്ള നമുക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. ചിലർക്ക് എനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞാൻ ഓരോ സീനും കണ്ടത്. അപ്പോ ഇപ്പൊ പറഞ്ഞ അനുസരിച്ചിട്ട് ദുബായിൽ നിന്നും വരുമ്പോ വീണ്ടും ക്ഷീണിച്ച് മെലിഞ്ഞിപ്പം രഹനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് കണ്ടപ്പോ തന്നെ. അപ്പോ ഏകദേശം അങ്ങനത്തെ ഒരു അല്ല അത് അങ്ങനെയല്ല. അങ്ങനെയല്ല അല്ല എന്നാലും അത് തന്നെയെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനകത്ത് നോർമൽ ഹെൽത്തി ആയിട്ടിരുന്ന ഒരു മനുഷ്യന്റെ വേറെ രഹന മാത്രമല്ല. കാരണം വെച്ചാൽ ആ സമയങ്ങളിൽ ഇപ്പോ കുറച്ചും കൂടി ഒരു ആരോഗ്യം വന്നിട്ടെന്ന് പറയാം. ആ സമയങ്ങളിൽ നമ്മളെ കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ട്. അതാണ് അല്ല അങ്ങനെ വെച്ചാൽ അല്ല എനിക്കൊരു വണ്ണം ഉണ്ടല്ലോ, എന്റെ കൗളാണെങ്കിലും സംഭവം ഉണ്ടല്ലോ. അതിന്ന് മാറിയിട്ട് ഇപ്പൊ നമ്മുടെ കസിൻസിന് നവാസായിരുന്നല്ലേ ബട്ട് അങ്ങനെ ചില കല്യാണത്തിനൊക്കെ നമ്മൾ പോകുമ്പോ ചില കല്യാണ ഫംഗ്ഷനോ കാര്യത്തിനൊക്കെ പോകുമ്പോ വലിയ മരിച്ച വീടുകളിലൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ മനസ്സിലാകാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്ന് കരുതി നമ്മൾ മൊത്തത്തിൽ രൂപം മാറുന്നല്ല, അടുത്ത് വന്ന് ജസ്റ്റ് കാണുമ്പോ അറിയാൻ പറ്റും. പെയിൻഫുൾ ആയിട്ടുള്ള ബോഡി എനിക്കറിയാലോ ആയിട്ട് ഇവിടുന്ന് പോയ ആള് ഇങ്ങനെ ഭയങ്കര അത് പ്രതീക്ഷിക്കുന്ന പോലും ഇല്ല. ഈ ഭാര്യയുടെ കുറയ്ക്കുമ്പോ നമുക്കറിയാലോ ഇത്ര 10 കിലോ കുറഞ്ഞുള്ള സത്യമാണ്. 10 കിലോ ഒരു നിസ്സാര വെയിറ്റ് അല്ല. എത്ര പീരീഡിനുള്ളിൽ ഈ 10 കിലോ കുറച്ച്? എനിക്ക് ഒരു 4 months അല്ലേ, ഒരു 4-5 monthsനകത്തായിരുന്നു. അപ്പൊ വീട്ടിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്? വീട്ടിൽ തന്നെ. വീട്ടിൽ തന്നെ. അതിന്റെ ഇടയ്ക്ക് വെച്ചാൽ നമ്മളൊന്ന് കുറച്ചും കൂടി കുറയ്ക്കാനുള്ള കാരണം വെച്ചാൽ വേറൊരു പടവുമായി ബന്ധപ്പെട്ട് നമ്മള് മറ്റേ ഇയാളുടെ രോഹിത്തിന്റെ പടം പുള്ളി ചെയ്യുന്ന ടിക്കറ്റാക്കാന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആസിഫായിട്ട് ചെയ്യുന്ന പടമാണ്. അതിനകത്ത് പോലീസ് വേഷവും കാര്യങ്ങളും സംഭവം ഉണ്ടായിരുന്നു. അതിനകത്തൊരു അത് പക്ഷെ ഇങ്ങനെയല്ല, കുറച്ചിതായി കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് ഇവരുടെ ഒരു സംഭവങ്ങൾ വരണത്. പിന്നെ അതിന് ഓൾറെഡി ഷെഡ്യൂളായി. പിന്നെ കൂടുതൽ അങ്ങോട്ട് ഇതിലേക്ക് കുറച്ച് പിന്നെ ഒറ്റ ഷെഡ്യൂളിൽ പരിപാടി തീർന്നു. ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നാട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ പെരുമ്പാവൂർ ഭാഗങ്ങളിലൊക്കെ എന്താ പെരുമ്പാവൂർ സ്ലാങ്ങിന് ഇത്രമാത്രം ഡിഫറൻസ് വരാൻ? അല്ല അതായത് ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുമ്പോ ഈ അയാൾ എന്താ പറയണത്, അയാൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലേ എന്ന് പറയും. ഹേയ് ആ പുള്ളി എന്തുട്ടാ പറയണേ, ആ പുള്ളിക്ക് അറിയാൻ പാടില്ലേ, ഇത്ര വ്യത്യാസം വരും. പക്ഷെ അതിനകത്ത് മരം മുറിക്കാൻ വരുന്ന ആള്, വേറെ എന്തെങ്കിലും ചെറിയ കച്ചവടം ചെയ്യുന്നവര് വരെ എല്ലാം ഈ സ്ലാങ് ആണ്. അപ്പൊ അതിന് ആ ഒരു കൾച്ചർ അങ്ങനെ അപ്പൊ ഒരു പെരുമ്പാവൂർ സ്വഭാവമാണ്, അല്ലെങ്കിൽ അതാണ് നമ്മൾ കംപ്ലീറ്റ് പെരുമ്പാവൂർ ആലുവ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു സ്വദേശം പ്രദേശം ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്ത ആൾക്കാരുടെ ഒരു കഥ, നല്ലൊരു ഫാമിലി ബേസ്ഡ് മൂവി. ഓക്കെ, അപ്പൊ നമ്മൾക്ക് സെഗ്മെന്റിലേക്ക് പോവാം. നവാസിക്ക് പറ്റിയുള്ള രഹനയുടെ 2 പരാതികൾ തുറന്നു പറയുക. അതൊക്കെ പറഞ്ഞ ഇവിടെ പറഞ്ഞോ. സംസാരം ഭയങ്കര കുറവാ. പിന്നെ നമ്മള് പറയുന്ന കാര്യങ്ങള് കേൾക്കണ്ടാവില്ല, പക്ഷെ കേൾക്കണ പോലെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും എല്ലാം കേട്ടിട്ടുണ്ടെന്ന്. വേറെ എവിടെയോ ആയിരിക്കും. 2 ദിവസം കഴിയുമ്പോ നമ്മൾ വന്നിട്ട് അല്ല ഞാനെന്ന് പറഞ്ഞ ഏത് അങ്ങനെ ചോദിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര ഞാൻ പറഞ്ഞ നീ പറഞ്ഞിട്ടില്ല. ചിലപ്പോ ഞാൻ പുറത്തു പോകുമ്പോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ശരി ഓക്കെ എന്നൊക്കെ ഞാൻ അത് അംഗീകരിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്താ വെച്ചാല് പിന്നെ ആ സാധനം വാങ്ങിച്ചു വരില്ല, ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ടാവും. ഇത് പ്രത്യേകം പറഞ്ഞിരുന്ന ആള് ആ പ്രത്യേകമാണ് നമ്മൾ കേൾക്കാതെ പോകുന്നത്. അത് മിക്ക ആണുങ്ങൾക്കുള്ളത്. വേറെ ഏതെങ്കിലും സ്റ്റോറി പറഞ്ഞ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ നവാസ്ക എന്താ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആണല്ലോ, അപ്പൊ ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട് ഇരിക്കണ്ട, അതായിരിക്കാം. പക്ഷെ ചില സ്റ്റോറി പിന്നെ വേറെ ആരെങ്കിലും അതേ കാര്യം പറയുമ്പോ ഓ അത് ശരി എന്ന് പറയാം. അപ്പൊ ഞാൻ വിചാരിക്കും ഇത് ഞാൻ പറഞ്ഞില്ലാണല്ലോ. എന്നിട്ട് അപ്പൊ ഞാൻ നമസ്കാരം ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പൊ നീ പറഞ്ഞു
നമ്മുടെ വാക്കുകൾക്ക് അത്ര വിലയൊന്നും തരുന്നില്ല. പക്ഷെ അതിന് ചിലപ്പോ ചില മൂഡിലൊക്കെ അല്ല അത് മനസ്സിലാക്കാം, ഓരോ മൂഡിലും വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ആണല്ലേ. അപ്പൊ ഇന്നാളെ എന്തിലോ ഞാൻ കണ്ടതാ, ഹസ്ബൻഡിന്റെ അടുത്ത് ധൈര്യമായിട്ട് നമുക്ക് എന്ത് വേണേലും പറയാം, ആരോടും പറയില്ല എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു അതെന്താ അങ്ങനെ ആരോടും പറയില്ല എന്ന്. അങ്ങനെ ഞാൻ ആൻസർ വായിച്ചു നോക്കിയപ്പോഴേ കേട്ടിട്ട് വേണ്ടി പറയാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓ അപ്പൊ അത് എല്ലാവരും കോമൺ ആയതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു സംഭവം വന്നത്. അതെ, പ്രത്യേകിച്ചും ഭാര്യമാര് പറയുമ്പോ ഇവർക്ക് അവള് പറയുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല, ശ്രദ്ധിക്കേണ്ട കാര്യമല്ല പറയാണല്ലോ. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒക്കെ എടുത്തിടും, അങ്ങനെയാണ് വിചാരം. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് നടക്കുന്ന ഒരു വസ്തു, ഒരു പ്രോപ്പർട്ടി, അതെന്താണ്? വീട്ടിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ച് നടക്കുന്ന ഒരേ ഒരു കാര്യം. ഇത് കണ്ടോ, അപ്പം ഇത് കണ്ടോ ഇക്ക, അപ്പൊ ഇക്ക നേരെ തിരിച്ച് അതെന്ത് കാര്യത്തിനായിരിക്കും? അങ്ങനെ സംഭവമില്ല. കാര്യം എല്ലാം കറക്റ്റ്, എല്ലാം എന്താ കാര്യം അറിയോ, ഒരുപാട് സാധനങ്ങൾ മിസ്സാവുന്നുണ്ട് ഓരോ ദിവസം. ഒരു സാധനം ഒന്നും പറയാൻ പറ്റില്ല, തമാശ പറയാ. ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ സാധാരണ വീടുകളിൽ ചിലപ്പോ ഹസ്ബൻഡ് അതെടുത്ത് ഇത് അങ്ങനെയൊക്കെ പറയുന്നവര് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ആയിരിക്കും ചിലപ്പോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാം. കാര്യം സ്വയം ഒന്നും എടുത്ത് ചെയ്യാതെ വൈഫിനെ വിളിച്ചിട്ട് അതെടുക്ക് ഇതെടുക്കുന്നൊക്കെ പറയുമ്പോഴായിരിക്കും ഇങ്ങനത്തെ. ആയതിനു ശേഷം ഞങ്ങള് ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എപ്പോഴും നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇന്ന സ്ഥലത്ത് എന്നുള്ളൊരു തീരുമാനം അത് പിള്ളേർക്കും അറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും. പിള്ളേരുടെ ബുക്സിന്റെ കാര്യങ്ങളാണെങ്കിലും അവരുടെ മറ്റുള്ള പ്രോപ്പർട്ടീസോ സംഭവങ്ങളോ നമ്മളായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്നൊക്കെ ഇന്ന സ്ഥലത്തുണ്ട്, ആരോടും ചോദിക്കാതെ തന്നെ അവിടെ പോയി നോക്കിയാൽ അത് കിട്ടും. എന്തെങ്കിലുമൊക്കെ നമ്മൾ പിന്നെ ഒരു സാധനം ഹൈലൈറ്റ് രേന പറയൂ. അതെന്താ വെച്ചാ വീടിന്റെ ചാവി ഉണ്ടല്ലോ, അതൊരു സ്ഥലത്ത് തന്നെ വെക്കും. പക്ഷെ ഇറങ്ങാൻ നേരം ആരെങ്കിലും ഒരാള് ആദ്യം അതെടുത്ത് പിടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് വെക്കും. ഒരു കാര്യമില്ലാതെ പിന്നെ അതും അന്വേഷിച്ച് നമ്മൾ നടക്കും. കാര്യം ഇത് പ്രോപ്പർ സ്ഥലമുണ്ട്, അവിടെയാണ് വെച്ചത്. പക്ഷെ ആ ഇറങ്ങാൻ നേരം ആദ്യം ഇറങ്ങാനുള്ള ആഗ്രഹമുള്ള ആൾ അതെടുത്ത് നമ്മുടെ ഫോണൊക്കെ എടുത്തിട്ട് ഒരാളാരെങ്കിലും എല്ലാ ഫോണും എടുത്തോണ്ട് പോകും. പിന്നെ ഇതിനു വേണ്ടി മാത്രം അവിടെ തപ്പി നടക്കും ഇറങ്ങാൻ നേരത്തെ. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ അത് എഴുതിയിട്ടില്ല എന്തായാലും. ഓക്കെ, അതാണ് അങ്ങനത്തെ ഒരു ആൻസർ. ഓക്കെ, ശരി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങൾ രണ്ടുപേർക്കും ഏറ്റവും ഒടുവിൽ ഒരുമിച്ച് സങ്കടം വന്ന ഒരു നിമിഷം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ സങ്കടം വന്ന ഒരു മൊമെന്റ്, നിമിഷം, അതേതാണ്? എഴുതിക്കോണേ, എഴുതിയിട്ട് നമുക്ക് സംസാരിക്കാം. സങ്കടം വന്ന മൊമെന്റ് ഒരേ വിഷയത്തില് നിങ്ങൾക്ക് ഒരുമിച്ച് സങ്കടം വന്നത്, അതെന്തായിരുന്നു ആ സംഭവം? എന്താന്ന് വെച്ചാൽ പോയിന്റ് മാത്രം എഴുതിയാൽ മതി, നമുക്ക് ബാക്കി സംസാരിക്കാം. ജീവിതത്തിൽ അധികം ടച്ച് വുഡ് കേട്ടോ, അധികം സങ്കടപ്പെടാത്ത ആൾക്കാരായതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ആലോചിക്കേണ്ടി വരുന്നത്. അല്ല, ഞാൻ ജസ്റ്റ് ചെറിയൊരു ഇൻസിഡന്റ് ആട്ടോ, വലിയ ഇൻസിഡന്റ് അല്ല, ഇപ്പൊ ഈ അടുത്തുണ്ട്, അത്രേ ഉള്ളൂ. മതി. എഴുതണം, എന്തെങ്കിലും ഒന്ന് എഴുതണം, നമുക്ക് നോക്കാലോ എന്താണെന്ന്. അല്ല, എനിക്ക് അങ്ങനെ ഒരു സങ്കടപ്പെടാൻ ആഗ്രഹിക്കാത്തോണ്ടായിരിക്കാം. എന്നാ ഓക്കെ, എന്ത് എഴുതിയേക്കുന്ന നോക്കട്ടെ. മോനിട്ടൊരു അടി കൊടുത്തു കഴിഞ്ഞ ദിവസം. ആണോ? ചെറിയ ആൾക്ക്? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കോ? +1 പഠിക്കുന്ന ആൾക്ക്? അപ്പൊ അത് വെറുതെ വേറെ ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഇങ്ങനെ ഞാൻ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നതിന്റെ ഇടയിൽ കൂടി അവൻ വന്നിട്ട് വെറുതെ അവൻ ചില സമയത്ത് ഇറിറ്റേറ്റ് അങ്ങനെ വെറുതെ ഇങ്ങനെ സിമ്പിൾ പറഞ്ഞുകൊണ്ടിരുന്നു. അല്ല, അങ്ങനെ ചെയ്യാറില്ല സാധാരണ. അപ്പൊ ഞാൻ അത്രയും സ്ട്രെസ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്നു, ഞാൻ ഒരെണ്ണം കൊടുത്തു. പക്ഷെ ഇവരാരും പ്രതീക്ഷിച്ചില്ല, ഞാൻ അങ്ങനെ തല്ലാറില്ല, ഇത്രയും വലിയ കുട്ടികളല്ല, അങ്ങനെയൊന്നും തല്ലാറൊന്നുമില്ല, 3 പേരേ ഇല്ല. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അത് പക്ഷെ നവാസ്ക പറയുകയും ചെയ്തു, ഞാൻ നവാസ്ക അടുത്ത് പറയുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ നവാസ്ക അത് എനിക്കും വിഷമമായി, നീ എന്തിനാ അങ്ങനെ ചെയ്തിട്ട് നിനക്ക് പോയി സോറി പറയാനില്ലേ? അപ്പൊ എനിക്ക് സോറി പറയാൻ പോവാനും പറ്റില്ല, ദേഷ്യം അടങ്ങിയിട്ടുണ്ട്, ഭയങ്കര ദേഷ്യം വന്നു എനിക്ക്. കാര്യം പെട്ടെന്ന് അവൻ ഇങ്ങനെ എന്തോ ഇതായിട്ട് ബന്ധപ്പെട്ട് എന്തോ പറഞ്ഞതാ. അപ്പൊ അങ്ങനെ, പക്ഷെ എനിക്ക് അത് ഭയങ്കര പെട്ടെന്ന് ഒരെണ്ണം കൊടുത്തു. പക്ഷെ അപ്പൊ
ഇവരെല്ലാരും പെട്ടെന്ന് അങ്ങനെ ചെയ്യാത്തൊരു, വന്നപ്പോ നമ്മളങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഇത് വേറെ മാറ്റർ സംസാരിക്കുമ്പോ അതിന്റെ മേളിൽ അവൻ വേറെന്തോ മാറ്റർ പറയാൻ വേണ്ടി വന്ന ഒരു സംഭവ. പക്ഷെ അവിടെ ഒരു അടി കൊടുക്കേണ്ട കാര്യമൊന്നും പക്ഷെ ഞാൻ തല്ലില്ല, അതുകൊണ്ട് എനിക്ക് വിഷമമില്ല. എന്തായാലും നവാസ്ക പറഞ്ഞു എന്റെ അടുത്ത്, നവാസ്കാക്കും വിഷമായി, നീ എന്തിനാ അങ്ങനെ ചെയ്തത്, നീ പോയി സോറി പറയാന്ന് ആണല്ലേ? അങ്ങനെ പറഞ്ഞു. അപ്പൊ രണ്ടുപേർക്കും വിഷമായിട്ടുണ്ട് ആ കാര്യം. പക്ഷെ നവാസിക്ക് നമുക്ക് പക്ഷെ അതിപ്പോ ഇങ്ങനെ എഴുതി ഓർത്ത് വെക്കാവുന്ന ഓർത്ത് വെക്കാവുന്ന, ഞാൻ പറയണത് ഇപ്പൊ രേനയുടെ കാര്യമാണ് ഞാൻ പറയണത്, എന്റെ അല്ല. അങ്ങനെ ഒരു അത് ചിലപ്പോ എനിക്ക് അത്രയും വിഷമമായോണ്ടായിരിക്കും ഞാൻ അതെ ഓർത്ത് വെക്കുന്നത്. ശരി, എന്തായാലും നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി വീട്ടിൽ യൂസ് ചെയ്യുന്നത് ആരായിരിക്കും? എഴുതിക്കോളൂ. എഴുതണോ? ആ, ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി വീട്ടില് യൂസ് ചെയ്യുന്നത്. നോക്കട്ടെ, ഇക്കയാണോ? അല്ല, മക്കളാണ്. ഇവിടെ ഞാനാണ്. അടുക്കള ജോലിയെല്ലാം കൂടെ ഏറ്റെടുത്ത് കാണും. അത് നമുക്ക് കുക്കിംഗ് ഒക്കെ വരുമ്പോ ഒരുപാട് മക്കളുടെ പറയാൻ കാരണം വെച്ചാല് AC 2 മണിക്കൂർ ഓൺ ചെയ്തിട്ട് പിന്നെ ഓഫ് ചെയ്യണമെന്ന് പറയും. ഓഫ് ചെയ്യണത് ഞാനായിരിക്കും രാവിലെ വന്നിട്ട്. ഞാനും അത് തന്നെ ഉദ്ദേശിച്ചത്, AC-യുടെ ഫാക്ടർ തന്നെയാണ് ഉദ്ദേശിച്ചത്. ബാക്കിയെല്ലാം കുക്കിംഗ് നോർമൽ ഒരു ഇതിൽ പോകുന്നതാണല്ലോ. അപ്പൊ എന്തായാലും വീണ്ടും പനിഷ്മെന്റ് വേണല്ലോ. പനിഷ്മെന്റ് ഇല്ല. ഇനിയൊരു പണിഷ്മെന്റ് അങ്ങോട്ട് കൊടുക്ക്. അയ്യോ, അതാണ് രഹനെ കൊണ്ട് ഒരു പനിഷ്മെന്റ് ഏൽപ്പിക്കാൻ. എന്ത് ചെയ്യിപ്പിക്കും? എല്ലാ പനിഷ്മെന്റും ഏറ്റുവാങ്ങി ഇത് പാവം നവാസിക്കായിരുന്നു. കച്ചേരി നടത്തട്ടെ. അതെ, രഹനെ കച്ചേരി നടത്തിക്കോളും. ആണോ? റിലാക്സ് ചെയ്ത് വിട്ടേക്ക്, ഒന്നുമില്ല. കണ്ടോ, പ്രൊഡ്യൂസർക്ക് ഭയങ്കര ഇഷ്ടമാണ് രഹനെ, അതുകൊണ്ട് അങ്ങ് വിട്ട് കളഞ്ഞ്. വേറെ ഏതോ റിമിയുടെ പ്രോഗ്രാമിന് പോയപ്പോഴാണ് തോന്നുന്നു ഇതുപോലെ കൊറേ, അപ്പൊ അതൊന്നും ഞാൻ ചെയ്യില്ല, ഗെയിം ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ അവിടെ മാറിയ. എന്നിട്ട് പിന്നെ ഇവര് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോവാ. അപ്പൊ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ചെയ്തു പോവാ, ഇനി എന്ത് വിചാരിക്കുന്നു വെച്ചിട്ട്. അവസാനം മറ്റേ എന്താ ഗിഫ്റ്റ് തരുമല്ലോ, അതെല്ലാം തന്നു. കാര്യം അത് ചെയ്തുകൊണ്ട്, അതില് ഇത് കമ്മിറ്റ് ചെയ്തോണ്ട് മാത്രം. കാര്യം എന്താ, ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാതെ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ ചെയ്തിട്ടുമുണ്ട്. ശരി, അടുത്തത് ഞാൻ ഇനി ഒരു കോമൺ ആയിട്ട് ഞാനൊരു 2 പേര് പറയും. ആ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ആരാണെന്നാണ് പറയേണ്ടത്. ഇപ്പം രഹന എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി നവാസിക്കയുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ ഭാര്യ എന്നുള്ള രഹന തന്നെയായിരിക്കും. അതേപോലെ ഞാനൊരു റാൻഡമായിട്ട് പേര് പറയുമ്പോൾ ആ പേരുമായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടാവാം. ചിലപ്പോൾ നമുക്ക് സിനിമയിലൂടെ സീരിയലിലൂടെയോ പരിചയമുള്ള ആരെങ്കിലും ആർട്ടിസ്റ്റുകളാവാം, അല്ലെ കഥാപാത്രമാവാം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആര്യ. ആ പേര് കേൾക്കുമ്പോൾ എന്താ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത്? പറയണ്ട, എഴുതിയാൽ മതി. എന്നിട്ട് നമുക്ക് നോക്കാം 2 പേരും എഴുതിയത് ഒരേ ആര്യയിലേക്ക് തന്നെയാണോ എത്തിയെന്നറിയാലോ. ആര്യ എന്നുള്ള പേര് കേൾക്കുമ്പോ ഇക്കയുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് എന്താണ്? ഒരു പക്ഷെ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ആവാം, സിനിമയിലെ എന്തെങ്കിലും ആവാം. ആര്യ എന്ന് കേട്ടപ്പോ തോന്നിയ ഫീൽ എഴുതിയാ പോരെ? തോന്നിയ ഫീൽ അല്ല, അത് ഏത് ആര്യാണെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഓ, അങ്ങനെ ഒരാളെ അറിയില്ലെങ്കിലോ? ആര്യ എന്ന് പറഞ്ഞ ഒരാള് നിങ്ങളുടെ അറിഞ്ഞിരിക്കണം. ഒരു ആര്യ ഈ ലോകത്ത് ഒരു ആര്യനെ പോലെ എനിക്കറിയില്ലെങ്കിൽ നമ്മൾ എഴുതണുണ്ടോ? എഴുത്. എന്നിട്ട് അങ്ങനെ ഒരാളെ സബ്ജക്ട് എഴുത്. എനിക്കുണ്ടല്ലോ, എനിക്ക് ആരണ്യകം എന്ന് പറഞ്ഞൊരു മൂവിയെ ഓർമ്മ വന്നേ. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ആര്യ എന്ന് പറഞ്ഞ രാ വന്നപ്പോ എനിക്ക് പെട്ടെന്ന് ആരണ്യകം അതിനകത്തുള്ളതുകൊണ്ട് എനിക്ക് എന്തോ ആര്യ എന്ന് പറഞ്ഞ പെട്ടെന്ന് എനിക്ക് ആരണ്യകമാണ്. ഓക്കെ, അപ്പൊ 2 പേർക്കും പനിഷ്മെന്റ് ഇല്ല. ഒന്നും നിങ്ങൾക്ക് പനിഷ്മെന്റ് ഇതൊന്ന് എനിക്കൊന്ന് ഈ ക്യാമറയ്ക്ക് ഞങ്ങൾക്ക് 3 പേർക്കുള്ള ആപ്പിളെ നിങ്ങൾക്ക് ഇനി തരൂല. എനിക്ക് ഞങ്ങൾ ആപ്പിള് വേണ്ടാത്തോണ്ട് ഇങ്ങനെ ചെയ്യണേ. നിങ്ങൾ 2 ശരീരവും ഒരു മനസ്സുള്ള ആൾക്കാർക്കല്ലേ, നിങ്ങൾക്ക് ഒരു ആപ്പിളൊക്കെ മതി തൽക്കാലത്തേക്ക്. അതുകൊണ്ടാണ് ഒന്നില്ല. നിങ്ങൾ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ അടുത്തൊരു ആപ്പിൾ നിങ്ങളിലേക്ക് എത്തും. അടുത്ത പേര് ബാലു. ബാലു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരണേ? ആരെയാ ഓർമ്മ വരുന്നേ? ബാലു ആ പേര് കേൾക്കുമ്പോൾ ആരെയാ? ജസ്റ്റ് ഇൻസിഡന്റ് എന്തെങ്കിലും എഴുതിക്കോളൂ. എന്താ? ഇത് ക്ലിയർ കുറവുണ്ടല്ലേ? ആണോ? വേറെ മാർക്കർ വേണോ? വേണ്ട കുഴപ്പമില്ല. തരൂല.
എഴുതിയോ? ബാലു. ബാലു എന്നുള്ള പേര് കേൾക്കുമ്പോൾ ബാലനെയാണോ, ആക്ടർ ബാലയാണോ ഓർമ്മ വരുന്നത്? ബാലഭാസ്കറിനെയാണ് ഓർമ്മ വരുന്നത്. നേരിട്ട് പരിചയം? ബാലഭാസ്കരൻ. ആ, നേരിട്ട് പരിചയം ഉണ്ടായിരുന്നോ നേരിട്ട് ബാലുവായിട്ട്? പരിചയമില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഇഷ്ടമാണ് പാട്ട് ചെയ്തത് ആളാണ്. എനിക്ക് അതുകൊണ്ട് പെട്ടെന്ന് അത് ബാലുവിനെയാണ് ഓർമ്മ വന്നത്, അല്ലാതെ നേരിട്ട് പരിചയമില്ല. ഇക്കയ്ക്ക് പക്ഷെ ബാലുവിനെ അറിയില്ലായിരുന്നോ? പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നതല്ലേ? ആ, ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ആക്ടർ ബാലനെയാണോ ഓർമ്മ വന്നത്? ഞാൻ ആദ്യം അത് എഴുതി, ഞാനിങ്ങനെ എഴുതിയിട്ട് ഞാനത് വായിച്ചിട്ടാണ്. പറഞ്ഞല്ലോ. അതെ, ബാല. അവിടെ ഉത്തരം തെറ്റി. അപ്പോൾ പനിഷ്മെന്റ് ആണ് കുറവ്. ശരി, അടുത്ത ചോദ്യം. സങ്കടം വന്നാൽ ഏറ്റവും കുറവ് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളിൽ ആരാണ്? എഴുതി. ഓക്കെ, ഞാൻ. രേന ആണോ? എത്ര നേരം എടുക്കില്ല, ഞാൻ ഫുഡേ കഴിക്കില്ല. മാറുന്ന വരെ കഴിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തിനും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ പ്രശ്നം നമുക്ക് കഴിക്കാം. ഇവരുണ്ടല്ലോ, നവാസ്കയും മക്കളും അതൊക്കെ എടുത്ത് കഴിക്കും. ബിരിയാണിയോ അല്ലെങ്കിൽ മറ്റുള്ള ഫ്രൈഡ് റൈസ് ഒക്കെ വാങ്ങിക്കുമോ നമ്മൾ പുറത്തുനിന്ന്? ആ സമയത്ത് ഞങ്ങൾ എന്തിനും വഴക്കുണ്ടാക്കും, നമ്മള് കഴിക്കാതിരിക്കാൻ. എന്തൊരു ദുഷ്ടനായ ഭർത്താവും മക്കളുമാണ് രേന കൂടെ ഉള്ളത്. എന്നിട്ട് രേനയുടെ സങ്കടം പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി, അപ്പൊ ആദ്യം പോയി കഴിച്ചിട്ട് പിന്നെ വഴക്കിടുള്ളൂ. പിന്നെ വെറുതെ ഇളയ ആളുണ്ടല്ലോ, എന്തെങ്കിലും അവന് ഇഷ്ടമുള്ള ഫുഡൊക്കെ കൊണ്ടുവന്ന് അല്ല, ചെറിയ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അത് ഞാൻ പട്ടിണിയാവുന്ന എനിക്ക് മനസ്സിലായി. കാരണം എന്തോ ഒരു ആരും മരിച്ചപ്പോഴാ, ഏതോ അകന്ന ബന്ധത്തിൽ ആരും മരിച്ചു, ഇവള് ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് അത് കിരീടത്തിലെ ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നു. ഞങ്ങളുടെ വീട്ടിൽ എന്ത് പ്രശ്നം നേരത്തെ ഭക്ഷണം കഴിക്കും ചേട്ടൻ പറയുമല്ലോ. അപ്പൊ എനിക്കത് ഓർമ്മ വരുന്നത്, ഇവളെന്ത് ഈ ഭക്ഷണം കഴിക്കാൻ, അപ്പൊ ഈ ഭക്ഷണമായിട്ട് എന്ത് ബന്ധം? നമുക്ക് ഭയങ്കര അങ്ങനെ സങ്കടപ്പെടാനും പറ്റുന്നില്ലല്ലോ, വിശന്ന് വലഞ്ഞിട്ട്. അന്നാ എനിക്ക് ഭയങ്കര വിശപ്പുള്ള ദിവസം. അപ്പൊ ഒരു ദിവസം ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോണ് എന്നൊക്കെ പറയാം. പിന്നെ ഞാൻ പ്ലാൻ ചെയ്തു, കാരണം പ്രശ്നമുള്ള കാര്യങ്ങളാണെങ്കിൽ അവളിലേക്ക് മാത്രം പോകുന്നതായിരിക്കും നല്ലത്. നമ്മള് പണി കിട്ടും. പാവയ്ക്ക. എന്നിട്ട് ഇത് എത്ര നേരം എടുക്കും യൂഷ്വലി സങ്കടമൊക്കെ മാറാൻ? അത് വിഷമം മാറിയാലോ ചിലപ്പോ ഫുൾ ഡേ കഴിക്കില്ല, പിറ്റേ ദിവസം രാവിലെ കഴിക്കുള്ളൂ. അത് മനഃപൂർവ്വം ഒന്നല്ല പറയാം, കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് വേണ്ട ഒരു മനസ്സിലായി. അത് കുക്ക് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ? ഇല്ല, ഫുഡൊക്കെ ആക്കി വെക്കും, പക്ഷെ ഞാൻ കഴിക്കൂല. ബുദ്ധിമുട്ടാണ്, പിന്നെ വിവരം അറിയും. അതെ. അല്ല, ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പിള്ളേര് നവാസ്ക നേരത്തെ അതൊക്കെ ട്രീറ്റ് ചെയ്ത് മാറ്റി തന്നേനെ. കാര്യം എന്താ വെച്ചാൽ കുക്കിംഗ് നടക്കില്ല എന്നറിയാം, പക്ഷെ ഇതെല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ എനിക്ക് അവരുടെയൊക്കെ തെറ്റുകൊണ്ടായിരിക്കില്ല, എനിക്ക് എന്തെങ്കിലും വിഷമമായിട്ടായിരിക്കും. പക്ഷെ എനിക്ക് ഇറങ്ങാനേ പറ്റില്ല. അതായത് ഫുഡ് കഴിച്ച് ഞാൻ വോമിറ്റ് ചെയ്യും. അപ്പൊ പിന്നെ ഇനി അതും കൂടി ക്ലീൻ ചെയ്യണം, അതിലും ഭേദം കഴിക്കാണ്ടിരിക്കണം. ചില ആൾക്കാർക്ക് നേരെ തിരിച്ചാ, വിഷമം വരുമ്പോഴത്തേക്ക് ആദ്യം കയറുമ്പോഴത്തേക്ക് വിശപ്പ് കൂടും. ഐ മീൻ വിഷമമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. അതാ നമ്മുടെ ഇമോഷൻ നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോ ഹോർമോൺ ഓരോരുത്തരുടെയും ഓരോ ടെൻഷൻ വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അത് റിയാക്ട് ചെയ്യണത്. നല്ല കുക്കാണോ ഇക്ക രേന? നമുക്ക് അത്യാവശ്യം ഇപ്പൊ ഇത്രയും വർഷമായില്ലേ. അതെ, ജീവിച്ച് ഇങ്ങനെ കേടൊന്നും ഇല്ലാണ്ട് ജീവിച്ചു പോകുന്നുണ്ടല്ലോ. എല്ലാ പരീക്ഷണങ്ങളൊക്കെ നടത്തും, എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ഡിഷോ കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറയും. നമ്മൾ ചില വീടുകളിൽ പോകുമ്പോ, ചില റെസ്റ്റോറന്റിൽ ചെല്ലുമ്പോ ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഷൊക്കെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് അതിങ്ങനെ പറയും, എന്നിട്ട് അത് വെച്ച് ഞാൻ മേക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അറിഞ്ഞാലേ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ വെച്ച് കൊടുക്കുമ്പോ ഇത് തന്നെയായിരുന്നു എന്ന് പറയും. പക്ഷെ നമ്മള് കഴിച്ചിട്ടില്ല. പക്ഷെ നവാസ്ക പറയുന്നത് അതിനകത്ത് ഇതുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയും. പിന്നെ ബാക്കി ഞാൻ എന്റെയും കൂടി എന്തെങ്കിലും ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒരു മടിയോ കാര്യങ്ങളൊന്നും ഇല്ല. നവാസ്ക ആ ഏരിയയിലേക്ക് പെരുമാറിയിട്ടുണ്ടോ? ഇല്ല, നവാസ്ക ഇടയ്ക്കൊക്കെ ആദ്യമൊന്നും വരില്ല. 2 കുട്ടികളായിരുന്നപ്പോ വരില്ലായിരുന്നു. 3ാമത്തെ ആള് വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ കട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. വെജിറ്റബിൾ കട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. കൂടുതൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തു കൊടുക്കും. ഓക്കെ, സെഗ്മെന്റ് എല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.